ജോധ്പൂരിലെ മണ്ടോർ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ട ഒരു കൃത്രിമ തടാകമാണ് ബാൽസമന്ദ് ലേക്ക്. 12ാം നൂറ്റാണ്ടിൽ മണ്ടോറിലെ പ്രതിഹാര ഭരണാധികാരിയായ ബാലക്രാവു പ്രതിഹാരയാണ് 15 മീറ്ററോളം ആഴമുള്ള ഈ തടാകം നിർമ്മിച്ചിട്ടുള്ളത്. ജോധ്പൂർ രാജാവായിരുന്ന മഹാരാജ ജസ്വന്ത് സിംഗ് ഒന്നാമന്റെ കാലത്ത് പണിതതാണ് ഈ തടാകതീരത്തിനടുത്ത് കാണുന്ന കൊട്ടാരം. രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതിയായിരുന്നു ഇത്. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ഈ കൊട്ടാരം ഇപ്പോൾ ഒരു ഹെറിറ്റേജ് ഹോട്ടലായി പ്രവർത്തിക്കുകയാണ്. ജോധ്പൂർ നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ബാൽസമന്ദ് ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തിന്റെ ചില ഭാഗങ്ങൾ, പൂന്തോട്ടം, തടാക പ്രദേശം എന്നിവയെല്ലാം പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായിട്ട് അനുവദിക്കാറുണ്ടെങ്കിലും ഹോട്ടലിൽ എന്തെങ്കിലും പ്രത്യേക സ്വകാര്യ ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള സന്ദർശനം നിയന്ത്രിക്കാറുണ്ട് എന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് മണ്ടൂർ ഗാർഡനിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ തടാകത്തിൻ്റെ മറുകരയിൽ ചെന്നിറങ്ങി. അവിടെ നിന്നും കുറച്ചു ദൂരം നടന്ന് തടാകത്തിനരികെ ഒരു വ്യൂ പോയിന്റിൽ ചെന്നെത്തി. അവിടെ നിന്നുള്ള കൊട്ടാരത്തിൻ്റെയും തടാകത്തിൻ്റെയും കാഴ്ചകൾ മനോഹരമായിരുന്നു. അതിനടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു മണൽക്കല്ല് ക്വാറിയുടെ കാഴ്ചകളും കൂടെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. ജോധ്പൂരിലെ ഞങ്ങളുടെ യാത്രകൾ ഇതോടെ അവസാനിപ്പിച്ചു. അവിടെ നിന്നും ഞങ്ങളൊരു ടാക്സി പിടിച്ചു ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഞങ്ങളുടെ റൂമിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ജയ്പൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ജയ്പൂരിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.